പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും വിചിത്രമായ ചെറിയൊരു വീഡിയോ ആണ്. കള്ളനും പ്ലസ് കള്ളനും എന്നതാണ് തലക്കെട്ട്. ആരാധനാലയങ്ങളിൽ അമിതമായി സംഭാവന ചെയ്യപ്പെടുന്ന സ്വർണം, പണം ശുദ്ധമായവയല്ല. കൊടുക്കുന്നവർ വ്യാപാരം, വ്യവസായങ്ങൾ ചെയ്ത് അനധികൃതമായി സമ്പാദിച്ചവയാണ്. അവിടെ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ വേതനം കൊടുക്കാതെയും വിറ്റഴിക്കപ്പെടുന്ന സാധനങ്ങൾക്ക് അമിത വില ഈടാക്കിയും വിറ്റഴിക്കുന്ന സാധനങ്ങളിൽ പൊതുജനങ്ങളിൽ നിന്ന് നികുതി ഈടാക്കുകയും എന്നാൽ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാതിരിക്കുകയും അങ്ങനെ സമ്പാദിക്കുന്ന സമ്പത്ത് പാപം പുരണ്ടതാകുന്നു. പാപത്തെ നശിപ്പിക്കാനായി ആരാധനാലയങ്ങൾക്കും ആശ്രമങ്ങൾക്കും വൃദ്ധസദനം പോലുള്ള സ്ഥാപനങ്ങൾക്കും അല്പം ദാനം കൊടുക്കും. അതിലൂടെ പാപം തീരുമെന്നും പുണ്യം ഉണ്ടാവും എന്നും അന്ധമായി വിശ്വസിക്കുന്ന മൂഢന്മാർ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കള്ളൻ ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പൊതിഞ്ഞു. ധർമ്മമൂർത്തിയായ ധർമ്മശാസ്താവിന് ഇതിൻ്റെ ആവശ്യമില്ല. അവിടെ ജോലി ചെയ്യുന്ന കള്ളന്മാർ അതിനെ അടിച്ചു മാറ്റി. അതിലും ശാസ്താവിന് പ്രശ്നമില്ല. പക്ഷേ കാലചക്രം പണി കൊടുത്തു. നാട്ടിൽ സ്വന്തം വീടില്ലാതെ, ചികിത്സിക്കാൻ പണമില്ലാതെ, പഠിക്കാൻ കഴിവില്ലാതെ, വിശപ്പടക്കാൻ നിവൃത്തിയില്ലാതെ ജനങ്ങൾ എത്രയോ ബുദ്ധിമുട്ടുന്നു. അവർക്ക് വേണ്ടതനുസരിച്ച് സഹായം ചെയ്തിരുന്നാൽ തീർച്ചയായും കൊടുക്കുന്നവൻ്റെ പാപം തീരും, പുണ്യം ഉണ്ടാവും. പലതും നശിച്ചാണ് ഒന്നിന് വളമാകുന്നത്. ആ വളം പലർക്കായി വീതിച്ചാൽ അയാൾ ശുദ്ധനാവും. ധാരാളം കള്ളന്മാർ നാട്ടിലുണ്ട്. തിന്നാനും സാധ്യമല്ല, കൊടുക്കാനും മനസ്സില്ല. നേടിയെ പാപമാകുന്ന സമ്പത്തിനെ മക്കളാകുന്നവർക്ക് കൊടുത്ത് അവരെയും കൂടി നരകത്തിലേക്ക് തള്ളിവിടുന്നു. പാപം അവസാനം ചത്തുപോകുന്നു.